ഞങ്ങൾ ഏറ്റവും അധികം ആത്മവിശ്വാസം അനുഭവിക്കുന്നത് ഈ വേഷത്തിലാണ് എന്ന് പറഞ്ഞത് ജർമ്മൻ വനിതാ ജിംനാസ്റ്റ് താരമായ പൗലിൻ ഷെഫറാണ്. നൂറുകണക്കിന് കായിക താരങ്ങളെ ലൈംഗികമായി പീഡിപ്പിച്ച അമേരിക്കൻ വനിതാ ടീമിന്റെ മുൻ പരിശീലകന്റെ ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു വന്ന സമയത്ത് ജിംനാസ്റ്റിക് താരങ്ങൾ ഒരാവശ്യം ഉന്നയിച്ചു. വേഷത്തിൽ മാറ്റം വേണം എന്നതായിരുന്നു അത്. അങ്ങനെ സ്വിംസ്യൂട്ട് മാതൃകയിലുള്ള ലിയോടാഡിനു പകരം കണങ്കാൽ വരെ എത്തുന്ന വേഷം ധരിച്ച് ഏകദേശം ശരീരം മുഴുവൻ മറയുന്ന വസ്ത്രം ധരിച്ച് ജർമ്മൻ ടീം ഒളിമ്പിക്സിൽ അരങ്ങിലെത്തി. പുതിയ തലമുറയ്ക്ക് ജിംനാസ്റ്റിക്സ് സുരക്ഷിതമായ ഒരു ഗെയിമാണ് എന്ന തോന്നൽ ഉണ്ടാക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യം എന്നാണ് ടീം അംഗമായ സാറാ വോസ് പറഞ്ഞത്. സുരക്ഷയും വസ്ത്രവും തമ്മിൽ എന്തോ ഒരു ബന്ധമുള്ളതായി അവർക്ക് തോന്നിയിട്ടുണ്ട്. അള്ളാഹു പറയുന്നു, യാ ബനി ആദം ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതികും വരീഷ. അല്ലയോ ആദം സന്തതികളെ, ശരീരത്തിന്റെ നഗ്നത മറയ്ക്കാനും രക്ഷാകവചമായും അലങ്കാരമായും നാം നിങ്ങൾക്ക് വസ്ത്രം ഇറക്കി തന്നിരിക്കുന്നു. എന്തിനാണ് വസ്ത്രം, അല്ലെങ്കിൽ വസ്ത്രത്തിന്റെ ലക്ഷ്യം എന്ത് എന്ന കാര്യമാണ് ഈ സൂക്തം വ്യക്തമാക്കുന്നത്. വസ്ത്രങ്ങൾ 3 ദൗത്യങ്ങളാണ് നിർവഹിക്കുന്നത്. 1, നഗ്നത മറയ്ക്കുക. 2, അഴുക്കിൽ നിന്നും പ്രതികൂല കാലാവസ്ഥയിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കുക. 3, അലങ്കാരമായി തീരുക. വസ്ത്രം ഒന്നാമതായി നഗ്നത മറയ്ക്കുന്നതാവണം. ഒപ്പം രക്ഷാകവചവും അലങ്കാരവുമാവണം. ഇവയിലെ മുൻഗണനാക്രമം തലകീഴായി വരുമ്പോൾ, അലങ്കാരത്തിന് മുൻഗണന കൂടുമ്പോൾ വസ്ത്രത്തിന്റെ ലക്ഷ്യവും മാറുന്നു എന്ന് വേണം പറയാൻ. എന്തായിരിക്കണം നമ്മുടെ വസ്ത്രം? വലിബാസു തഖ്വ ദാലിക ഖൈർ. എന്നാൽ തഖ്വയുടെ വസ്ത്രമുണ്ടല്ലോ, ധർമ്മബോധത്തിന്റെ വസ്ത്രമുണ്ടല്ലോ, അതാണ് ഏറ്റവും വിശിഷ്ടമായത്. തഖ്വ എന്നാൽ ആത്മാവിന്റെ കുറ്റങ്ങളും കുറവുകളും മറച്ചു വെക്കാനും വ്യക്തിത്വത്തെ അലങ്കരിക്കാനുമുള്ള വസ്ത്രമാണല്ലോ. അത് തന്നെയാണ് ധർമ്മബോധവും. തഖ്വയാകുന്ന വസ്ത്രം അകം പേറുമ്പോഴേ തഖ്വയുള്ള വസ്ത്രം പുറത്തണിയാൻ നമുക്ക് കഴിയുകയുള്ളൂ.